നമസ്കാരം, എല്ലാവർക്കും ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഇലയട ഉണ്ടാക്കി നോക്കാം. സാധാരണ നമ്മൾ നല്ല മധുരമുള്ള ഇലയടയാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ തികച്ചും വിപരീതമായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഇലയടയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിൽ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇലയടയാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോഴിയട അല്ലെങ്കിൽ ഇലയട എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കാണാം. എങ്ങനെയാണ് നോൺ വെജ് ഇലയട ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇതിനകത്ത് ഞാൻ ചിക്കനാണ് നിറയ്ക്കുന്നത്. അരിമാവും ചിക്കനും ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ കഷ്ണങ്ങളാക്കിയ ചിക്കൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ ഒരു 2 വിസിൽ കേൾക്കുമ്പോഴേക്കും അത് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. മസാലകളൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും അത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടയ്ക്കുള്ള മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ചുവടുകട്ടിയുള്ളൊരു പാത്രം എടുക്കണം. അതിനകത്തേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. നൈസായിട്ടുള്ള പൊടി വേണം, അതായത് ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് എടുക്കുന്നത്, വറുത്ത പൊടിയാണ്. 1 കപ്പ് അരിമാവിന് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം കട്ടയില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതുപോലെ കട്ടയാകാൻ തുടങ്ങും. ഇത് കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ചൂടുകട്ടിയുള്ള പാത്രം എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കൈയൊന്നും നനയാതെ തന്നെ നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും. ഫ്ലെയിം എപ്പോഴും സിമ്മിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇതുപോലെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ ഉരുണ്ട് കിട്ടുന്ന ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ അടയുണ്ടാക്കുമ്പോഴും ഇടിയപ്പത്തിനും അതുപോലെ തന്നെ കൊഴുക്കോട്ട ഉണ്ടാക്കാനും ഒക്കെ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. വെള്ളം ഒട്ടുമില്ല. വെള്ളമുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലവണ്ണം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ആവുമ്പോഴേക്കും കുറച്ച് സവാള ചെറുതായിട്ട് നുറുക്കിയതും, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ ഇത്രയും ഇട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇടാം, ഇട്ടില്ല എങ്കിലും കുഴപ്പമില്ല. ചിക്കന് നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു കുഴഞ്ഞ പരുവത്തിന് വരാൻ വേണ്ടിയിട്ട് ഞാൻ 2 പൊട്ടറ്റോ ഒന്ന് വേവിച്ച് ഉടച്ചിടുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റിക്കി ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഇട്ടില്ല എങ്കിലും കുഴപ്പമില്ല. പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അത് ഇടാതിരിക്കുകയാണ് നല്ലത്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിറയ്ക്കാനുള്ള കോഴിയും തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്കിത് അട തയ്യാറാക്കാം. വാഴയില എടുത്തിട്ടുണ്ട്. ഇതൊന്നും ചെറുതായിട്ട് വാട്ടി എടുത്തിരിക്കുകയാണ് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട്. ഇനി നമുക്കതിനകത്തേക്ക് മാവ് എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് നിരത്തി കൊടുക്കാം. കനം കുറച്ച് നിരത്തുവാണെങ്കിൽ അടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, സോഫ്റ്റുമായിരിക്കും. ഇങ്ങനെ കുറച്ച് വെള്ളം കയ്യിൽ തൊട്ട് ചെയ്യുവാണെങ്കിൽ നല്ലവണ്ണം പരന്ന് കിട്ടും, കയ്യിലൊട്ടാതിരിക്കുകയും ചെയ്യും. അട ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നോർമലി അട നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് മടക്കി ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ ഒരു അട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ അടയും നമ്മൾ തയ്യാറാക്കി എടുക്കണം. ഇനിയൊരു സ്റ്റീമർ വെച്ചിട്ട് അതിൻ്റെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ അട ഇതിനകത്തേക്ക് എടുത്തു വെച്ച് കൊടുക്കാം. ഇലയില്ലാത്തവർ ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കി എടുത്താലും മതി.
15 മിനിറ്റിന് ശേഷം നമ്മുടെ അട നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓഫ് ചെയ്ത് വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പം അട ഇതുപോലെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അടയാണ്. നമ്മൾ മാവ് കുഴച്ചതിൻ്റെ ആ ഒരു രീതി നല്ലൊരു രീതിയാണ്. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മാവിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് കുഴച്ചെടുക്കുക. അടപ്പത്ത് വെച്ച് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദാ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.